റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം തുർക്കി വാങ്ങിച്ചപ്പോൾ മുതൽ വിമർശനങ്ങൾ, അവർക്കെതിരെയുള്ള നീക്കങ്ങളെല്ലാം തുടങ്ങിയതാണ്. ഇപ്പോൾ തുർക്കിയുടെ വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വ്യോമ പ്രതിരോധ സംവിധാനം ഉപേക്ഷിക്കണോ വേണ്ടയോ എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇപ്പോൾ അമേരിക്കയുടെ ഉപരോധം കാരണം ഇത് വേണ്ട രീതിയിൽ അവർക്ക് ഉപയോഗിക്കാനും സാധിക്കുന്നില്ല. ഇപ്പോൾ ഇത് പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയും റഷ്യയും തമ്മിൽ 5 S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങാനായിട്ട് 2016 ഒരു കരാറിൽ ഏർപ്പെട്ടു. 500 കോടി രൂപയുടെ കരാറായിരുന്നു. എന്നാൽ 3 S-400 വ്യോമ പ്രതിരോധ സംവിധാനം മാത്രമേ റഷ്യ നമുക്ക് കൈമാറിയിട്ടുള്ളൂ. പിന്നീട് ഉക്രൈനിലേക്ക് നടത്തിയ അധിനിവേശം, അതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം, ഇതൊക്കെ കൊണ്ട് തന്നെ ഈ S-400 നിർമ്മാണം പൂർത്തീകരിക്കാൻ റഷ്യക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് നൽകാനായിട്ട് സാധിച്ചില്ല. മാത്രമല്ല, റഷ്യ അതിൻ്റെ അപ്ഡേറ്റഡ് വേർഷനായ S-500ൻ്റെ പരീക്ഷണത്തിലുമൊക്കെ ആയിരുന്നു. ഇവിടെ ഇപ്പോൾ തുർക്കിയുടെ കയ്യിലുള്ള 2 S-400 വ്യോമ പ്രതിരോധ സംവിധാനം റഷ്യ തിരിച്ചെടുക്കാൻ പോകുന്നു. അതായത് നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെട്ട തുർക്കി റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 2019 വാങ്ങിയപ്പോൾ മുതൽ ഒരുപാട് വിമർശനം അവർക്ക് കേൾക്കേണ്ടി വന്നു. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഏഷ്യയിലും യൂറോപ്പിലുമായിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഈ തുർക്കി. ഈ തുർക്കിയെ യൂറോപ്പിൻ്റെ കവാടമെന്നാണ് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള തുർക്കി നാറ്റോയുടെ ശത്രുരാജ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന റഷ്യയുടെ കയ്യിൽ നിന്ന് അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നാറ്റോ രാജ്യങ്ങൾക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഈ S-400 എന്ന് പറയുന്നത് ഇന്ത്യക്ക് 2 നൽകേണ്ടത് റഷ്യയുടെ ബാധ്യതയുമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ പറയുന്ന തുർക്കിയുടെ കയ്യിലുള്ള S-400 തിരിച്ചെടുത്തിട്ട് അതിൽ വേണ്ട പരിഷ്കാരങ്ങൾ നടത്തി ഇന്ത്യക്ക് നൽകാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ റഷ്യ ചിന്തിക്കുന്നത്. കാരണം ഇതിൻ്റെ ഹാർഡ്വെയർ ഏതാണ്ട് സെയിം ആയിരിക്കും. ബാക്കിയുള്ള സംവിധാനങ്ങളൊക്കെ മാറ്റി പരിഷ്കരിച്ചു കഴിഞ്ഞാൽ പുതിയ S-400 എന്ന നിലയിൽ ഇന്ത്യക്ക് നൽകാം. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസമയത്ത് യാതൊരു കാര്യവുമില്ലാതെ അനാവശ്യമായി പാകിസ്ഥാനെ പോയി സഹായിച്ച രാജ്യമാണ് തുർക്കി. അതുവരെ ഇന്ത്യയുമായിട്ട് നല്ല വ്യാപാര ബന്ധം പുലർത്തിയിരുന്ന, അല്ലെങ്കിൽ വിദേശ സഞ്ചാരികളൊക്കെ നിരവധി പോയിരുന്ന ഈ തുർക്കി വെറുതെ പാകിസ്ഥാനെ പോയി സഹായിച്ച് ഇന്ത്യയുടെ ശത്രുപക്ഷത്തായതാണ്. അതുകൊണ്ട് തന്നെ തുർക്കിയുടെ ആയുധങ്ങൾ കുറയ്ക്കുന്നതിൽ ഇന്ത്യക്കും സന്തോഷം തന്നെയാണുള്ളത്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം തുർക്കി ഉപയോഗിച്ച 2 S-400 നമ്മൾ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ രാജ്യങ്ങൾ തമ്മിൽ ബന്ധം അത്ര സുദൃഢമല്ല. പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള വിഷയത്തിൽ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം, ഇതിൽ പാകിസ്ഥാൻ്റെ പക്ഷത്ത് നിൽക്കുന്ന രാജ്യമാണ് തുർക്കി. ഇനി കശ്മീർ വിഷയത്തിലാണെങ്കിൽ അവിടെയും പാകിസ്ഥാൻ അനുകൂലമായ നിലപാടാണ് തുർക്കി സ്വീകരിക്കുന്നത്. അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള തർക്കം, ഇവിടെ അർമേനിയക്ക് ആയുധങ്ങൾ നൽകുന്ന രാജ്യമാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അസർബൈജാനെ കൂടെ നിർത്തുന്ന തുർക്കിക്കെതിരായിട്ടാണ് നമ്മളുടെ നിലപാടുള്ളത്. അതുപോലെ തന്നെ ഈ ഇസ്രയേലുമായിട്ടുള്ള പ്രശ്നത്തിലും നമ്മൾ ഇസ്രയേലിനൊപ്പമാണ്. ഈ തുർക്കി എന്ന് പറയുന്നത് ഹമാസിനെ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളെയൊക്കെ രക്ഷിക്കുന്നതാണ്. അങ്ങനെ 2 വിരുദ്ധ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന രാജ്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ S-400 2 നമുക്ക് തിരിച്ച് റഷ്യ മേടിച്ച് തരികയാണെങ്കിൽ നമ്മൾ അതിനെ ഉൾക്കൊള്ളുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇനി മറ്റൊന്ന്, ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ നിന്ന് S-400 വാങ്ങിയത് കൊണ്ട് അമേരിക്ക ശക്തമായ ഉപരോധങ്ങളാണ് ഈ പറയുന്ന തുർക്കിക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തുർക്കി അമേരിക്കയിൽ നിന്ന് F-35 വാങ്ങിയിട്ടുണ്ട്. അവരുടെ സംശയം റഷ്യൻ സാങ്കേതികവിദ്യ, അതായത് S-400 നൽകിയപ്പോൾ അതിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് F-35ൻ്റെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുക്കാൻ റഷ്യക്ക് സാധിച്ചേക്കുമെന്നാണ്. മാത്രമല്ല, നേരത്തെ കൊടുത്ത F-16 പോലെയുള്ള യുദ്ധവിമാനങ്ങൾ, മറ്റായുധങ്ങൾ, ഇവയുടെയൊന്നും പാർട്സ് മാറ്റി നൽകാൻ ഇപ്പോൾ അമേരിക്ക തയ്യാറാവുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ, അമേരിക്ക ഈ തുർക്കിയെ ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ S-400 ഇപ്പോൾ അവർ പരീക്ഷിക്കുന്ന പോലുമില്ല, അത് ഒഴിവാക്കി തിരിച്ച് റഷ്യക്ക് നൽകാം, അങ്ങനെ ആവശ്യമായ പൈസ തിരിച്ച് മേടിക്കാം. ഇതൊക്കെയാണ് തുർക്കിയുടെ ചിന്ത. പക്ഷേ ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുമെന്നുള്ളത് കാത്തിരിക്കണം. കാരണം റഷ്യക്കും ഇതിനെക്കുറിച്ചൊരു ധാരണയുണ്ട്. കാരണം സ്റ്റീൽ ഡോം എന്ന് പറയുന്ന സ്വന്തമായി വികസിപ്പിക്കുന്ന ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ തുർക്കി. അതുകൊണ്ട് തന്നെ
ഈ ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനം തങ്ങൾക്ക് കിട്ടുമ്പോൾ പിന്നീട് റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 എന്ന് പറയുന്ന സംവിധാനം തങ്ങൾക്ക് ബാധ്യതയായി മാറും. അത്രയും കോടി രൂപയുടെ നഷ്ടവും ഉണ്ടാകും. അതുകൊണ്ടാണ് ഇപ്പം S-400 തിരിച്ച് റഷ്യക്ക് കൊടുക്കാമെന്ന് തുർക്കിയും തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള കരാർ അനുസരിച്ച് ഇന്ത്യക്ക് ഈ വർഷം തന്നെ 2 S-400 വ്യോമ പ്രതിരോധ സംവിധാനം നൽകേണ്ടതാണ്. ഇവിടെ തുർക്കിക്ക് കൊടുത്തതുകൊണ്ട് അത് ഇന്ത്യക്ക് നൽകാൻ കഴിഞ്ഞില്ല. റഷ്യ ഇടപെട്ട് ഇപ്പോൾ വ്ളാഡിമിർ പുടിനുമൊക്കെ ആയിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് ഇന്ത്യക്ക് ഇത് നൽകാനുള്ള ഒരു നീക്കം നടത്തുന്നു. മാത്രമല്ല അത് രണ്ടെണ്ണം അവിടെ നിന്ന് മാറ്റിയാൽ ഒരു പക്ഷേ 5th ജനറേഷൻ യുദ്ധവിമാനം ഉണ്ടാക്കുന്ന പദ്ധതിയിൽ നിന്ന് അമേരിക്ക തുർക്കിയെ ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. അതിലേക്ക് തിരിച്ചു കയറാനും തുർക്കിക്ക് സാധിക്കും. മാത്രമല്ല അവരുടെ കയ്യിലുള്ള യുദ്ധവിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും ഒക്കെ പാർട്സ് വാങ്ങിക്കാനുള്ള അവസരം കൂടിയുണ്ട്. എന്തായാലും 5ാം തലമുറ യുദ്ധവിമാനം എന്ന് പറയുന്ന പദ്ധതിയിലേക്ക് തുർക്കിയും പതുക്കെ ചുവട് വെച്ച് പോകുന്നുണ്ട്. അവരുടെ സ്വന്തമായ ടായ് എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനം, ഈ പദ്ധതി കൂടുതൽ വിപുലീകരിക്കണമെങ്കിൽ F-35 പദ്ധതിയിൽ അമേരിക്കയ്ക്കൊപ്പം സഹകരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ തുർക്കിക്കൊരു പണി കൊടുക്കുക എന്നുള്ളത് ഇസ്രയേലിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. കാരണം ഹമാസ് നേതാക്കൾക്ക് ഒളിച്ചിരിക്കാനുള്ള അവസരം നൽകുന്നു, അവർക്ക് സൈനിക സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നു. അങ്ങനെയുള്ള തുർക്കിക്ക് മേൽ ഏത് നിമിഷവും ഇസ്രായേൽ ആക്രമണം നടത്താം. ആ ആക്രമണം നടത്തിയാൽ തുർക്കിയുടെ ഈ ഡ്രോൺ ആക്രമണം തിരിച്ച് ഇസ്രായേലിനെ ഫേസ് ചെയ്യേണ്ടി വരും. ഈ ഡ്രോൺ ആക്രമണത്തെ ഫലപ്രദമായി തടയാൻ നമ്മുടെ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞു. ഇത് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൽ നമ്മൾ തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വേണ്ടി തുർക്കിക്കെതിരായിട്ടൊരു നിലപാട് നമ്മളും സ്വീകരിക്കും. ചുരുക്കം പറഞ്ഞാൽ തുർക്കിക്ക് ഒരു അന്ത്യശാസനം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് റഷ്യ എന്ന് പറയാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ S-400 തരാനാണ് അന്ത്യശാസനമെങ്കിലും ഇവിടെ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഒരു അടി ഏത് നിമിഷവും തുർക്കിക്കുണ്ടാകും. കാരണം അവിടുത്തെ ഇരിക്കുന്ന ഹമാസ് നേതാക്കളെ ഉടൻ തന്നെ പുറത്തേക്ക് വിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ രാജ്യത്തു നിന്ന് പുറത്ത് കടത്തിയില്ലെങ്കിൽ തൊയ്ബ് എർദോഗൻ ഭരണകൂടത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്നാണ് ഇസ്രയേൽ പറഞ്ഞിരിക്കുന്നത്. അമേരിക്ക F-35 യുദ്ധവിമാനങ്ങളുടെ സാങ്കേതികവിദ്യ റഷ്യയ്ക്ക് ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവരെ ഒരു സംശയത്തിൻ്റെ നിഴൽ നിർത്തിയിരിക്കുകയാണ്. മാത്രമല്ല നാറ്റോ സഖ്യങ്ങളും ഇപ്പോൾ ഇവരോട് പഴയതുപോലെ സഹകരിക്കുന്നില്ല. അപ്പം നാറ്റോയിൽ അമേരിക്ക കഴിഞ്ഞാൽ ഏറ്റവും അധികം പവർഫുള്ളായ സൈനിക ശക്തി തുർക്കിയാണ്. ആ തുർക്കിയാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്നത്. ചുരുക്കം പറഞ്ഞാൽ റഷ്യ നൽകിയ 2 S-400 ഇപ്പോൾ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മതിച്ചിട്ട് തുപ്പാനും വയ്യ എന്നൊക്കെ പറയുന്നത് പോലെ ഒരവസ്ഥയിലേക്ക് തുർക്കിയെ കൊണ്ടുവന്നെത്തിച്ചു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയുമായിട്ടുള്ള കരാർ അനുസരിച്ച് 5 S-400 നമുക്ക് 2018 മുതൽ 5 വർഷ കാലയളവിനുള്ളിൽ തരേണ്ടതാണ്. ഇപ്പോൾ 2025 ആയിട്ടും 3 എണ്ണം മാത്രമേ തന്നിട്ടുള്ളൂ. മാത്രമല്ല പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധസമയത്ത് അവർ തന്ന 3 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പകരം നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഈ തുർക്കിയുടെ കയ്യിൽ നിന്ന് മേടിച്ച് അതിൻ്റെ ഹാർഡ്വെയർ മാറ്റി ഹാർഡ്വെയർ നിലനിർത്തിയിട്ട് ബാക്കി സംവിധാനങ്ങളൊക്കെ മാറ്റി പരിഷ്കരിച്ച് ഇന്ത്യക്ക് മറിച്ച് കൊടുക്കാനായിട്ടൊരു തീരുമാനമെടുക്കുന്നുണ്ട്. പക്ഷേ പല വിഷയങ്ങളിലും ഇന്ത്യ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ഒറ്റ കാര്യം കൊണ്ട് തുർക്കിയോട് യോജിക്കാൻ ഇപ്പോൾ നമുക്കൊരു പക്ഷേ സാധിച്ചേക്കില്ല. പക്ഷേ എന്ത് നിലപാടെടുക്കണം എന്നുള്ളത് ഭരണകൂടമാണ് തീരുമാനിക്കുന്നത്. ഈ S-400 എന്ന് പറയുന്ന 2 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അടിയന്തരമായി തിരിച്ചു കൊടുക്കാൻ തുർക്കി തയ്യാറാകുന്നു എന്നൊരു വാർത്ത, അടിയന്തരമായി തിരിച്ചെടുക്കാൻ റഷ്യ തയ്യാറാകുന്നു എന്നൊരു വാർത്ത. രണ്ടായാലും അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതം അനുഭവിക്കാൻ പോകുന്നത് തൊയ്ബ് എർദോഗൻ്റെ തുർക്കി തന്നെയാണ്. കാരണം ഇപ്പം ഈ പറയുന്ന ദോഹയിൽ കൂടിയ അറബ് രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ വെച്ചിട്ട് ഞങ്ങളെല്ലാ സഹായവും ചെയ്യാമെന്നൊക്കെ ഖത്തറിന് വാഗ്ദാനം നൽകി. പക്ഷേ ഇസ്രായേലിനെതിരെ പ്രഖ്യാപിത യുദ്ധലക്ഷ്യവുമായിട്ടൊന്നും വരാൻ തുർക്കി തൽക്കാലം തയ്യാറെടുക്കില്ല. കാരണം ശക്തമായ തിരിച്ചടിക്കുള്ള എല്ലാ സാധ്യതയുമുണ്ട്. മാത്രവുമല്ല ഇപ്പോൾ ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ തുർക്കിയിൽ നിന്നൊരു ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിരുന്നു. അതിനിടയിലാണ് അമേരിക്കയെ മാറ്റി നിർത്തി ചൈന ഞങ്ങളുടെ സുഹൃത്താണ് തുർക്കി, അല്ലെങ്കിൽ ഞങ്ങളുമായിട്ട് നല്ല സൗഹൃദം പ്രാപിക്കുന്ന രാജ്യമാണ് തുർക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചൈനയുമായിട്ട് അടുക്കുന്നു എന്നുകൂടി കണ്ടു കഴിഞ്ഞാൽ അമേരിക്ക തുർക്കിയെ പൂർണ്ണമായിട്ടും പുറന്തള്ളാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ F-35 എന്ന് പറയുന്ന
യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യ ചോർന്നു പോയില്ലെന്ന് തെളിയിക്കേണ്ടതിൻ്റെ ആവശ്യകത തുർക്കിക്കുണ്ട്. ഒപ്പം 5ാം തലമുറ യുദ്ധവിമാനം, അതുപോലെ തന്നെ സ്റ്റീൽ ഡോം എന്ന് പറയുന്ന ബഹുതല വ്യോമ പ്രതിരോധ സംവിധാനം, ഇവയെല്ലാം നിർമ്മിക്കണമെങ്കിൽ അമേരിക്കൻ സാങ്കേതിക വിദ്യയുടെ പിന്തുണ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ S-400 ഒഴിവാക്കാനുള്ള നീക്കം തുർക്കി നടത്തും. അല്ലെങ്കിൽ റഷ്യ S-400 ബലം പ്രയോഗിച്ച് തിരിച്ചു മേടിക്കാനുള്ള ഒരു സാധ്യതയുമാണ് നിലനിൽക്കുന്നത്. എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.